ഭാഗ്യലക്ഷ്മി എന്റെ ഭാഗ്യമാണ്. തീർച്ചയായും അത് കല്യാണം കഴിഞ്ഞ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലൈഫിന് ആ ഒരു വേർഡിന്റെ മീനിങ് ഞങ്ങൾ രണ്ടുപേരും വന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും മാറി. ഇപ്പൊ എന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണൂർ സ്ഥലം വാങ്ങിക്കുമ്പോൾ എനിക്ക് അവിടെ ആരുമില്ല. ഇന്ന് കണ്ണൂർ മുഴുവൻ എനിക്ക് സ്വന്തക്കാരാണ്. ഞാൻ എവിടെ ചെന്നാലും 10 പേരിൽ 8 പേര് കണ്ണൂർക്കാരും, 9ാമത്തത് കുഞ്ഞുമോളും കണ്ണൂർക്കാരും, ഞാനും പിന്നെ കണ്ണൂർക്കാരനായിക്കോളാം. അപ്പൊ ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ പറഞ്ഞു, കേരളത്തിന്റെ പേര് മാറ്റി ഇനി ഫുള്ളായിട്ട് കണ്ണൂരാക്കിയോ എന്നൊരു സംശയമുണ്ട്. എവിടെ ചെന്നാലും ഒരു 8 പേര് കണ്ണൂരിൽ നിന്നുണ്ടാവും. എന്നിട്ട് എല്ലാവരും ചോദിക്കും കുഞ്ഞുമോൾ എവിടെയും ചോദിക്കും. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെയും ലൈഫില് ഒരു പുതിയൊരു മീനിങ് വന്നത് നമുക്കറിയാലോ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയാണ് എന്നെല്ലാം അറിയാം. നമുക്ക് എപ്പോഴും ഞാൻ പറയുന്നത്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലൈഫാണെങ്കിൽ നമ്മൾ തീർച്ചയായും അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പിരിയാന്നല്ല, മാക്സ് നമ്മൾ എന്താണ് അല്ലേ, അടിയും പാടൊന്നുമില്ലാതെ നമുക്ക്. കോമഡി ആയിട്ടുള്ളത്, ഞങ്ങൾക്കെതിരെ ആരാണ് പറഞ്ഞ് കമന്റ് ഇടുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയാം. ഇപ്പോഴും ഇപ്പൊ ആ ഇടുന്ന ആൾക്കാര് അവരവരുടെ ഭാഷ മറന്നിട്ടല്ല ചെയ്യുന്നത്, അവർ അതേ ഭാഷയിൽ തന്നെ ഇടുന്നത്. അത് ആരാന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം. പയ്യന്നൂർ നമ്മളെ നാട്ടില് ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സുകളുണ്ട്, അതൊക്കെ ഇടുമ്പോൾ നമുക്ക് എന്തായാലും അറിയാം. അതൊക്കെ മാറ്റിയിടൂ, എന്നാലും നമുക്ക് നിങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുന്ന ആ ഒരു സ്റ്റൈലുണ്ട്. എന്തൊക്കെ ചെയ്താലും കൊണ്ടേ ബോഡി സ്റ്റുഡാ. അപ്പൊ നമുക്ക് തീർച്ചയായും അറിയാം ആരാ ഇടുന്നത് എന്താന്നൊക്കെ അറിയാം. അതേ ലെവലിലാണ് സംസാരിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ്. ആയിട്ടോട്ടെ, ആ ഇടുന്നത് ശരിക്കും ഞങ്ങൾക്ക് ഒരു വലിയ ബലം തന്നെയാണ്. ഞങ്ങൾ എന്ത് വലിയൊരു കാര്യത്തിനെയാണ് നേരിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള. നമുക്ക് ജീവിക്കണം, നമുക്ക് എന്താണ് ലൈഫിൽ കിട്ടാത്തതൊക്കെ നമുക്ക് ഈ ഒരു ജന്മം, ഇനി നമുക്ക് വേറൊരു ജന്മമൊന്നും ഇല്ല. ഇന്ന് കണ്ടു, അത്രേ ഉള്ളൂ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഇന്ന് കാല് തട്ടി വീണാൽ തീരാവുന്ന ജീവിതമേ ഉള്ളൂ നമുക്കൊക്കെ. അപ്പൊ അതിന് എന്താണ് ഈ കുത്തുവാക്കും വേദന, നമ്മളൊക്കെ വേദനിപ്പിച്ചിട്ട് സുഖം കണ്ടെത്തുന്ന എത്രയോ ആൾക്കാരുണ്ട്. സന്തോഷിക്കുന്ന ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഞങ്ങൾ ഈ ആനിവേഴ്സറി സ്പെഷ്യൽ പ്രോഗ്രാമുകളുമായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമിൽ കൂടെ ചേരാം എന്ന് പറഞ്ഞ സന്ധ്യ ചക്കു അവർ ഫാമിലിയായിട്ട് കണ്ണൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നു. എൻ്റെ മോളുടെ ക്ലോസസ്റ്റ് ഫ്രണ്ട് കാത്തു. അപ്പോൾ കാത്തൂന് വയ്യാണ്ടായി, ആക്സിഡന്റ് ആയി, കാല് മുറിഞ്ഞു. ആ കാല് വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് വന്നിരിക്കുക. ഞാൻ ഇന്ന് കളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി പ്രാക്ടീസ് ചെയ്യണ വെടിയും കണ്ണ് നിറഞ്ഞു പോയി. അപ്പൊ ഞാൻ കണ്ടു നിന്ന കരയെന്നുള്ള പറഞ്ഞ് ഞാൻ വന്ന് ഞാൻ കിടന്നുറങ്ങി. അപ്പൊ ഇവര് രാത്രിയൊക്കെ പ്രാക്ടീസ് ചെയ്തു. പക്ഷെ അനിയത്തി അളിയൻ അവര് ഡ്രൈവ് ചെയ്ത് വന്നത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഞങ്ങൾക്ക് പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു കുടുംബം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബം, അതിന്റെ കൂടെ ഓരോരുത്തരും ഉണ്ട്.